കേരള തീരത്തിന് സമീപം തീപിടിച്ച ചരക്ക് കപ്പലിലെ തീ 72 മണിക്കൂറിനു ശേഷം നിയന്ത്രണ വിധേയമാക്കി. തീരസംരക്ഷണ നാവികസേനകളുടെ 3 ദിവസത്തെ ശ്രമഫലമായാണ് തീ നിയന്ത്രിക്കാനായത്. കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ ആദ്യ ഇന്ധന ചോർച്ച അടക്കാനായി അതേസമയം 2 ആഴ്ച മുമ്പ് മുങ്ങിയ MSC എൽസ 3 കമ്പനിക്ക് കപ്പൽ അവശിഷ്ടങ്ങൾ എടുത്തു നീക്കാൻ DG ഷിപ്പിംഗ് അന്ത്യശാസനം ഇന്ന് നൽകി. ദിവസം തുടർച്ചയായി തീരസംരക്ഷണ സേനയും നാവികസേനയും നടത്തിയ പരിശ്രമം ഒടുവിൽ ഫലം കണ്ടു. പൊട്ടിത്തെറിയോടെ കത്തിക്കൊണ്ടിരുന്ന ഷാൻഹായ് 503 എന്ന കപ്പലിലെ തീ നിയന്ത്രണത്തിലാക്കാൻ സേനകൾക്ക് കഴിഞ്ഞു. കപ്പലിലെ ഏറിയ പങ്ക് തീയും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കപ്പലിൽ നിന്ന് ശക്തമായ പുക ഉയരുന്നുണ്ട്. മാത്രമല്ല, കപ്പൽ വടമുപയോഗിച്ച് നിയന്ത്രിച്ച് ടഗുകളുടെ സഹായത്തോടെ കരക്കടുപ്പിക്കാനുള്ള ശ്രമവും തുടങ്ങി. കപ്പലിലെ ഇന്ധന ചോർച്ചയും തടയാൻ കഴിഞ്ഞു. ഇന്ധന ടാങ്ക് 22-ലെ സൗണ്ടിംഗ് പൈപ്പിലുണ്ടായ ചോർച്ചയാണ് അടച്ചത്. തീയണക്കാൻ ഹെലികോപ്റ്ററിൽ നിന്ന് രാസവസ്തുവായ ഡ്രൈ കെമിക്കൽ പൗഡർ വിതറി. നന്ദസാരഥി എന്ന കപ്പൽ കൂടി ഇന്ന് തീയണക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാവുന്നുണ്ട്. അതേസമയം കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിന്റെ കമ്പനി അധികൃതർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അന്ത്യശാസനം നൽകി. കപ്പലിന്റെ അവശിഷ്ടം മാറ്റുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് DG ഷിപ്പിംഗ് കമ്പനിയെ അറിയിച്ചു. മതിയായ ഉപകരണങ്ങളില്ലാതെയാണ് കപ്പലിന്റെ അവശിഷ്ടം നീക്കം ചെയ്യാൻ ശ്രമിച്ചതെന്ന് കമ്പനിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. അവശിഷ്ടങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് കമ്പനിയെ DG ഷിപ്പിംഗ് അറിയിച്ചിട്ടുണ്ട്. കപ്പലിന്റെ ക്യാപ്റ്റനടക്കം DG ഷിപ്പിംഗിന്റെ നിരീക്ഷണത്തിലാണ്. ഇതിനിടെ അപകടവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ കപ്പൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ കോസ്റ്റൽ പോലീസ് തീരുമാനിച്ചു. രക്ഷാദൌത്യത്തിലേർപ്പെട്ട നേവി, കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയുമെടുക്കും. ഇതിനുശേഷമാകും കപ്പൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുക. കപ്പലിന്റെ അപകട കാരണമറിയാൻ മർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.